ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചു ലൂക്കോസിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 7-18-19 ആ കേട്ടോ. 18 വായിച്ചു. എന്നാൽ യോഹന്നാൻ തന്റെ ശിഷ്യന്മാർ രണ്ടുപേരെ വിളിച്ച് കർത്താവിന്റെ അടുക്കൽ അയച്ചു. വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആ പുരുഷന്മാർ അവന്റെ അടുക്കൽ വന്ന്, വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും ബാധിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. വീണ്ടും ഈ ഭാഗം തന്നെ വായിച്ചു വിചാരിച്ചത് എന്താണ് പറയാൻ പോകുന്നത് അല്ലേ? ഹല്ലേലൂയ. അപ്പൊ നമ്മള് യോഹന്നാൻ ഹാലെ തടവിലാകുന്നത് പുതിയ നിയമ ശുശ്രൂഷകനാണ്. ഹാലെ യേശു കർത്താവിന്റെ വഴി ഒരുക്കാൻ വന്നെയാണ്. അമ്മയുടെ ഉയരത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഉയരത്തിൽ കിടക്കുന്നതിന് പരിശുദ്ധാത്മാവിനാൽ ഹാലെ നിറഞ്ഞവനാണ്. ഹാലയിലെ യൂതന്മാരുടെ ഇടയിലേക്ക് ഹാലയിലെ ഒരു കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് നേരെ മുഖത്തൊക്കെ സർപ്പസന്തതികളെ എന്ന് വിളിച്ച് ഹല്ലേലൂയ. ഹാലയിലെ അവര് ആദ്യമായിട്ട് സ്നാനത്തെക്കുറിച്ച് യഹൂദന്മാരോട് സംസാരിക്കുന്ന വ്യക്തി അനേകരെ സ്നാനപ്പെടുത്താൻ ശക്തനായ പ്രവാചകനാണ്. ഹാലിൽ ഏലിയാവിന്റെ ആത്മാവോട് കൂടി വന്നുവെന്ന പറയുന്ന ഹാലിയ ശക്തനായ പ്രവാചകനാണ്. അമ്മീൻ ഹാലിയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാൻ തടവിലാകുന്ന ഹാലിയ. തടവിലാകുന്ന സമയത്ത് ഹാലിയ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 2 ശിഷ്യന്മാർ യേശു കർത്താവിന്റെ അടുക്കലേക്ക് അയച്ചു ചോദിക്കുക, വരുവാനുള്ളവൻ നീയോ എന്ന്. ഹല്ലേലൂയ. ഇതേ യോഹന്നാന്റെ കരുത്താൽ സ്നാനപ്പെടുത്തുന്ന യേശു കർത്താവിനെ ആ സ്നാനപ്പെടുത്തും യേശു കർത്താവിന്റെ മേൽ ദൈവ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ പറന്നിറങ്ങുന്നത് കണ്ട് അപ്പൊ സ്വർഗം വിളിച്ചു പറയുന്നത് കേട്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് പ്രസാദിപ്പിച്ചിരിക്കുന്നു, ഞാൻ ഇവന് പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ഇത് കേട്ട മനുഷ്യൻ, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവൻ, യേശുവിന് മുൻപായി വഴി ഒരുക്കാൻ വന്നവൻ, ഹല്ലേലൂയ. ഇതെല്ലാം ആയിരുന്നിട്ടും തടവറയിൽ കിടക്കുന്ന സമയത്ത് യോഹന്നാൻ ഒരു സംശയം വന്ന്, ഹല്ലേലൂയ, ഇവൻ തന്നെയാണ് അവരെ. എന്തുകൊണ്ട് അത് ചോദിക്കാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം യോഹന്നാൻ തടവിലായപ്പം യേശു കർത്താവ് ഹല്ലേലൂയ സ്വാഭാവികമായിട്ട് എന്താ വേണ്ട, യോഹന്നാനെ പുറത്തിറക്കണം അല്ലേ? ആമീൻ. ഹല്ലേലൂയ. കാരണം മശിഹ ആണെങ്കിൽ അതിനുള്ള പവറൊക്കെ ഉണ്ട്, ഇറക്കാൻ പറ്റുമെന്ന് യോഹന്നാൻ വിചാരിച്ചു. പക്ഷേ യേശു കർത്താവ് അനങ്ങിയില്ല. എന്തായിരിക്കും കാരണം? ഹല്ലേലൂയ. അപ്പം യോഹന്നാൻ അതുകൊണ്ടാണ് ഈ ചോദിച്ചു വിടുന്നത്. ചോദിച്ചു വിട്ടപ്പോ യേശു കർത്താവ് അതിന് മറുപടി പറയുന്നില്ല. ഞാൻ തന്നെയാണ് മശിഹ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. യേശു കർത്താവ് തിരിച്ചു പറയുന്ന മറുപടി എന്താണ്? അവൻ ആ നാഴികയിൽ ഹല്ലേലൂയ അവൻ വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവനോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പിൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എന്തൊക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ചെന്ന് അറിയിച്ചോളാം. എന്ന് വെച്ചാൽ മശിഹ ആണെങ്കിൽ അല്ലെ യേശു കർത്താവ് ദൈവപുത്രനാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്ന. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അല്ലേ? ഹല്ലേലൂയ. ബദ്ധന്മാർക്ക് വിടുതലും, കുരുടന്മാർക്ക് കാഴ്ചയും, ചെകിടന്മാർക്ക് കേൾവിയും, ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും അവൻ എന്നെ അഭിഷേകം ചെയ്ത്. അപ്പൊ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഹാലലി. അപ്പൊ നീ ചെയ്ത് ഇതൊക്കെ പറഞ്ഞാൽ മതി. എന്നിട്ട് പറയുന്ന വാക്ക്, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഹാലലിയ. അവിടെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടെ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, കർത്താവേ നീ എന്നെ കാണുന്നുണ്ടോ, നീ എന്നെ കേൾക്കുന്നുണ്ടോ, നീ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലേ ചില സമയങ്ങളിലൊക്കെ. ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴത്തെ നമുക്ക് തന്നെ സംശയം, അയ്യോ ദൈവം കേൾക്കുന്നില്ലയോ, ദൈവം നമ്മളെ കാണുന്നില്ലയോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഹാലയില്. കാരണം അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ആ വിശ്വാസത്തിന്റെ ഹാലയില് ആ അളവൊക്കെ അത്രത്തോളം എത്താത്തോണു അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇരുന്നുകൊണ്ട് നമ്മളും ചിലപ്പോൾ ഇടറിപ്പോകാറൊക്കെ ഉണ്ട്. പക്ഷെ യോഹന്നാനും അതുപോലെ അവിടെ ഒരു ഇടർച്ച വരുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഇടറിപ്പോകുന്നവരല്ല കർത്താവായ യേശു ക്രിസ്തുവിന് ഇഷ്ടം. യേശു ക്രിസ്തുവിന് ഏത് അവസ്ഥയിലും ഇടർച്ചയില്ലാതെ നിൽക്കുന്നവരെ തന്നെ ഇഷ്ടം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. കാരണം നമ്മൾ പല അവസ്ഥയെ കൂടെ ദൈവം, ഞാൻ പ്രത്യേകിച്ച് പറയാം, ദൈവം
ആമേൻ. നമ്മളെയൊക്കെ ചില സാഹചര്യത്തിലൊക്കെ എന്താണെന്ന് നല്ലതുപോലെ ദൈവത്തിനറിയാം. പക്ഷെ നമ്മളെ ബോധ്യപ്പെടുത്തരുത് നമ്മൾ ആരാ. യോഹന്നാൻ അത്ര ശക്തനായിരുന്ന ഒരു ശുശ്രൂഷകൻ. ഒരു സാധാരണക്കാരല്ല യോഹന്നാൻ. സ്നാപക കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ വ്യക്തി എന്ന് പറയരുത്. അല്ലെ, ചിന്തിക്കുകയേ ചെയ്ത്. കാരണം ഒരു കൊടുങ്കാറ്റായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ അന്നത്തെ. അല്ലേ, അങ്ങനെ തന്നെയല്ലേ അങ്ങോട്ട് വന്ന് ഹാലേലുയ ആമേൻ പ്രസംഗമൊക്കെ ഒന്ന് 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 മനസ്സിൽ കണ്ടു നോക്കിയിട്ടുണ്ട്. തിരുനാൾ യോഹന്നാന്റെ പ്രസംഗമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ചിന്തിച്ചു നോക്കാറുണ്ട്. ഇങ്ങോട്ടൊരു കൊടുങ്കാറ്റ് പോലെ വന്ന് അവരുടെ മുഖത്ത് നോക്കി അത്രയും നാള് പരീശന്മാര്, സദൂക്യര്, ന്യായപ്രമാണിമാര് അങ്ങനെയുള്ളവരെയൊക്കെ ഭയന്ന് വിറച്ച് ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് കൊടുങ്കാറ്റ് പോലെ നിന്ന് വിളിച്ചു പറയുക, ഹാലേലി എന്ത് കാണുവാൻ വന്ന് ഹാലേലി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ പ്രസംഗിക്കുന്ന പ്രസംഗം. അപ്പൊ ആരെയും ഭയമില്ലാത്ത മനുഷ്യൻ എന്തുകൊണ്ടാ തടവിലായത്? രാജാവിനോട് ചെന്നിട്ടും നല്ല പറഞ്ഞു അല്ലേ? ഹല്ലേലൂയ. ഹെരോദ്യ ചെന്ന് അതും അപ്പൊ ഒന്ന് ആലോചിച്ചു, ആരെയും ഭയമില്ലാത്തൊരു മനുഷ്യൻ. പക്ഷേ തടവറ എത്തിയപ്പോ പുള്ളിയുടെ മാനസികമായിട്ടൊന്ന് ഇടറിപ്പോയി. ഹല്ലേലൂയ. പക്ഷെ ഇത് ദൈവഹിത പ്രകാരം ന്യായപ്രമാണത്തിന്റെ ഒരു അവസാനം ഒരു പുതിയ പുതിയ യുഗം തുടങ്ങണമെങ്കിൽ പഴയത് അവസാനിക്കുക. ന്യായപ്രമാണത്തിന്റെ അവസാന ഹല്ലേലൂയ അതേ ആളായിരുന്നു നമ്മുടെ യോഹന്നാൻ. ആ യോഹന്നാൻ അവസാനിച്ചാല് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്കോടെ അറിവില്ലെങ്കിൽ അവിടെ മാനസാന്തര സ്നാനമൊക്കെ പ്രസംഗിച്ച് വീണ്ടും യോഹന്നാൻ നടക്കും. കർത്താവിന്റെ മിനിസ്ട്രി വൈകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ അത് നടന്നത്. അതിപ്പോ ദൈവം. അപ്പൊ അവിടെ നമ്മൾ യോഹന്നാന്റെ തടവറ കണ്ടു. അടുത്ത അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് വാ. ഒന്നും തുടങ്ങിയിട്ടുള്ള വാക്യം വായിച്ചോ. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായിരുന്നു എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. അവനെ കാക്കുവാൻ 4 ഭടന്മാർ വീതമുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെയും നടുവിൽ ഉറങ്ങിയായിരുന്നു. വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം പട്ടണത്തിലേക്കുള്ള ഇരുമ്പുവാതിക്കലെത്തി. അത് അവർക്ക് താനേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. മതി. ഹല്ലേലൂയ. അടുത്ത പുതിയ നിയമത്തിൽ നമ്മുടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ യഥാർത്ഥമായി പത്രോസിലൂടെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പത്രോസിനെ കാരാഗ്രഹത്തിലാക്കുന്നതാണ്. അവിടെയും പറഞ്ഞ ഹെരോദാവ് തന്നെയാണ് പത്രോസിനെയും കാരാഗ്രഹത്തിലാക്കുന്ന. ഹല്ലേലൂയ. അപ്പം യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, പത്രോസിനെ കാരാഗ്രഹത്തിലാക്കി പിറ്റേ ദിവസം കൊല്ലാൻ വേണ്ടി ഇട്ടേക്കാണ്. ഹല്ലേലൂയ. പത്രോസ് നമ്മൾ കാണുന്ന പോലെ സുഖമായി കിടന്നുറങ്ങി. ഹല്ലേലൂയ. പത്രോസ് യാതൊന്നും ചെയ്യുന്നില്ല, അവിടെ പ്രാർത്ഥിക്കുന്നില്ല, വിഷമിക്കുന്നില്ല, ഇടറുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, സുഖമായി കിടന്നുറങ്ങുക അല്ലേ. കാരണം പത്രോസിന്റെ കാര്യം ഉറപ്പുണ്ടായിരുന്നു. ദൈവസഭ പണിയാളെ താക്കോൽ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയാലും ഉണർന്നാലും വിഷമിച്ചാലും കരഞ്ഞാലും എന്തായാലും എന്നെ ദൈവം പുറത്തു കൊണ്ടുവരുന്നൊരു ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും പത്രോസ് കിടന്നുറങ്ങില്ല. എന്നാൽ യാക്കോബിനെ കൊന്നതാണ്. യാക്കോബ് യോഹന്നാനും യാക്കോബും പത്രോസും എപ്പോഴും യേശു കർത്താവിന്റെ എല്ലാ അതിശയകരമായ അല്ലെങ്കിൽ മഹത്വം വെളിപ്പെട്ട എല്ലാ ശുശ്രൂഷയിലും കൂടെ ഉണ്ടായിരുന്ന 3 വ്യക്തികൾ. അതിൽ ഒരാളെ കൊന്നു. എന്നാൽ പത്രോസ് ഞാൻ അയ്യോ നമ്മളെപ്പോലെ കർത്താവ് അതുപോലെ കൂടി നിർത്ത പ്രത്യേകമായിട്ട്
12 പേരും ചൂസ് ചെയ്ത് 3 പേരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് മരിച്ചത്, എന്നെയും ചിലപ്പോൾ കൊന്നാലോ എന്നൊക്കെ വിചാരിച്ച് അവിടെ കിടന്നിട്ട് വെപ്രാളാക്കി പിടിക്കാമെന്നല്ലേ. നമ്മളാണെങ്കിൽ ഈ അവസ്ഥ നമ്മളാണ് എന്ത് ചെയ്യും? വാഗ്ദത്തമൊക്കെ ഉണ്ട്, തലയിൽ വാഗ്ദത്തം ഇങ്ങനെ വിശ്വാസത്തിൽ വന്ന കാലം തുടങ്ങി കേട്ടതെല്ലാം തലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടും ഇങ്ങനെ അവസ്ഥയെ കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ചിന്ത നമ്മൾ എന്ത് ചെയ്യും അവിടെ? സാറാ എന്ത് ചെയ്യും? സാറാ സുഖമായി കിടന്ന് ഉറങ്ങുമോ? അതോ എൻ്റെ മേൽ വാഗ്ദത്തം ഉണ്ട്, എൻ്റെ മേൽ പാണ്ടിലോറ് കയറിയാലും ഞാൻ ചാകത്തില്ല എന്ന് വിചാരിച്ചിരിക്കുമോ? ഹല്ലേലൂയ. പണ്ട് ഞങ്ങളുടെ ഇവിടെ ശുശ്രൂഷ ഒരു പാസ്റ്റർ ഉണ്ട്. പാസ്റ്റർ എപ്പോഴും പറയും, വാഗ്ദത്തമുള്ളവന്റെ മേൽ പാണ്ടിലോറി കയറി ഇറങ്ങി അവൻ ചതഞ്ഞ് ചമ്മന്തിയായി പോയാലും അതിനും ദൈവം അവനെ പൊക്കിയെടുക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ അൻമോൾ പാസ്റ്ററെ ഇമിറ്റേറ്റ് ചെയ്യും, പാസ്റ്റർ മുമ്പിൽ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും പറയുന്ന സ്റ്റൈല്. ഹല്ലേലൂയ. ആമേ. പുള്ളി പറ ചമ്മന്തി നല്ല, പുള്ളി സമ്മന്തി ആയാലും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേ. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ വാഗ്ദത്തമുള്ളവനെ എങ്ങനെയൊക്കെ ഒതുക്കാൻ നോക്കിയാലും സാധിക്കത്തില്ല. അതൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് പത്രോസിനെ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ദൈവം പുറത്തിറക്കുന്നത് കാണാം. ദൈവത്തിന്റെ ദൂതനെ അയച്ച് ദൈവം പുറത്തിറക്കുന്നത്. അടുത്തൊരു കാരാഗ്രഹം നമുക്ക് പോകാം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തില് 19-ാം വാക്യം നോക്കിയൊന്ന് വായിക്കോ. അവരുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശിലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും കഴിയാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് വടികൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു വാൾ ഊരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി പറിച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു. വീടക്കം ആനന്ദിച്ചു. മതി. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. മൂന്നാമതൊരു കാരാഗ്രഹം നമ്മൾ കാണുകയാണ് പുതിയ നിയമത്തില്. ഹല്ലേലൂയ. ഈ കാരാഗ്രഹത്തിന്റെ പ്രത്യേകത നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ പൗലോസിനെ ശീലാസിനെ കുറിച്ച് പറയുമ്പോഴത്തേന് ഹല്ലേലൂയ, ആമേൻ, ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കൽ വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി, യഹൂദന്മാർ, ഈ മനുഷ്യൻ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരെ നമുക്ക് അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു പറഞ്ഞു. ഹല്ലേലൂയ. അവരെ പിടിച്ചം കൊണ്ടുപോകല്ല, വലിച്ചിഴച്ച് തറയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ട് അവരെ കുറ്റാരോപണം നടത്തുന്ന കാര്യങ്ങൾ. പുരുഷാരം അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടുപ്പിച്ചാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. ഹല്ലേലൂയ. അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി വസ്ത്രം ഉരിഞ്ഞു മാറ്റി കോൽ കൊണ്ട് വളരെ അടുപ്പിച്ചെന്ന് വെച്ചാൽ അപ്പൊ അത്രത്തോളം ഹല്ലേലൂയ അവരെ അടുപ്പിച്ചിട്ട് തടവിൽ ആക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമുക്ക് നോക്കി വഴി കൂടെ ഒക്കെ ഒരു മനുഷ്യൻ വലിച്ചഴിച്ചുകൊണ്ട് വന്ന് എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. വലിച്ചഴിച്ചുകൊണ്ട് വന്നും പോരാഞ്ഞ് വസ്ത്രം ഊരിയിട്ട് കോൽ കൊണ്ട് അടുപ്പിച്ച്, എന്താ ശരീരം മുഴുവൻ അടികൊണ്ട് മുറിഞ്ഞ പാടായിരിക്കും അല്ലെ, ചോരയൊക്കെ കിഴിഞ്ഞ് അല്ലെങ്കിൽ മണ്ണും പൊടിയൊക്കെ കയറി ആ ഒരവസ്ഥ. കാരണം ഇവിടെ നമ്മൾ കാണുന്ന ലാസ്റ്റ് അവരുടെ മുറിവുകളെ കഴുകി എന്ന് പറയുമ്പോഴത്തേന് ആ മുറിവുകൾക്കുള്ളിൽ ചോരയും മണ്ണും പൊടിയും എല്ലാം കൂടെ ചിലപ്പോൾ കല്ലും പൊടി എല്ലാം ചേർന്നിട്ട് അതുപോലെ അസഹ്യമായ ഒരു വേദനയുള്ള സമയത്താണ് ഇവരെ കൊണ്ട് കാരാഗ്രഹത്തിൽ തടവിലാക്കി. കാരാഗ്രഹ പ്രമാണി ഇവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ.
വെറുതെ കാത്താ പോരാ, സൂക്ഷ്മത്തോടെ. കാരണം പണ്ട് അവിടെ ഓരോരുത്തരെയൊക്കെ തലയിലാക്കിയപ്പം പുറത്തു പോയിട്ടാണ്. അതുകൊണ്ട് ഇവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചത് കൊണ്ട് അവരുടെ അവരുടെ അകത്തെ തടവിലാക്കിയിട്ട് അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. ഹാലയില്. അപ്പൊ കാലും കയ്യും ഒന്നും അനങ്ങത്തില്ല. ചങ്ങലയൊക്കെ ഇട്ട് ആമത്തിലിട്ട് പൂട്ടിയൊക്കെ, ആമം നമുക്കറിയാലോ, മറ്റേ ഈ വട്ടത്തെ ഉള്ള സാധനത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ ക്രോസിനൊക്കെ ഇട്ട് അതുപോലെ പൂട്ടി. അപ്പൊ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ച്. പൗലോസും ശീലാസും കിടന്നുറങ്ങിയില്ല. ഹല്ലേലൂയ. കാരണം പൗലോസിനും ശീലാസിനും വേണേ കിടന്ന് ഉറങ്ങായിരുന്നു. കാരണം ഇവരെയാണ്, ദൈവത്തിന്റെ ആത്മാവാണ് ഇവരെ എന്റെ വേലയ്ക്കായി വേർതിരിപ്പിനെന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് ഇവരെ വേർതിരിച്ചത്. ഹല്ലേലൂയ. ആ ദൈവം വേർതിരിച്ച് ഇവരെ വേലയ്ക്കായി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവർക്കൊരു കാര്യം അറിയാം, ഹല്ലേലൂയ, ഇവരെ എന്തായാലും ഇവിടം കൊണ്ട് അവസാനിച്ചു പോകത്തില്ല. അല്ലേ? അവിടെ കൊണ്ട് അവസാനിച്ചു പോകത്തില്ല. അവർക്ക് നന്നായിട്ടറിയാം. അപ്പൊ അവർക്ക് വേണേ കിടന്നുറങ്ങായിരുന്നു. അല്ലെ അവർക്ക് മിണ്ടാതിരിക്കായിരുന്നു അവിടെ. അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഹാലേലുയ അനങ്ങാതെ അവിടെ മുറിവൊക്കെ നോക്കി അല്ലെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാം. നമ്മളൊക്കെ ആണെങ്കിൽ അയ്യോ എന്നാലും എനിക്ക് തന്നല്ലോ, അല്ലെ എന്നാലും ഇത് വലിയ കഷ്ടമായിപ്പോ എന്നൊക്കെ പറഞ്ഞ് വേണേ വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് പറയുന്നത്. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പയ്യെ അല്ല അവർ പാടി സ്തുതിച്ചത്, നല്ല ഉച്ചത്തിൽ തന്നെ പാടി സ്തുതിച്ചത്. ഹാലേലുയ. അന്ന് അത്ര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല. പക്ഷേ അവർ ഉച്ചത്തിലാണ് പാടി, കാരണം തടവുകാരൊക്കെ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഭൂകമ്പം ഉണ്ടായി. ഹാലിലെ കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണത്. ആമേ ഹാലലൂയ. അവിടെ ഒരു ദൂതനെ അല്ല അയച്ചത് ദൈവം. ഹാലയിലെ കാരണം ഇത്രയും കാരാഗ്രഹത്തിൽ ആമത്തിലിട്ട് പൂട്ടി ഇത്രയും അടിയെ കൊണ്ടിട്ട് ദൈവത്തിന്റെ ഭക്തർ അല്ലെങ്കിൽ മക്കൾ അവിടെ പാടി സ്തുതിച്ചപ്പോൾ ദൈവം സ്വർഗ്ഗത്തിൽ ഒരു ദൂതനെ അയച്ചില്ല. സാക്ഷാൽ ദൈവം തന്നെ അവിടെ ഇറങ്ങിയെന്നതിന്റെ ഹാലയിലെ നിഴലാണ് നമ്മൾ കാണുന്നത്. അവിടെ അടിസ്ഥാനം ഇളകി. ദൈവം എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ഭൂകമ്പം ഉണ്ടാകാറുണ്ട്, അടിസ്ഥാനം ഇളകാറുണ്ട്. അവരുടെ അപ്പൊ അടിസ്ഥാനം ഇളകി. അപ്പൊ അടപ്പുറം വാതിൽ തുറന്നല്ല, വാതിലൊക്കെയും തുറന്നു, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അവർക്ക് വേണ്ടി മാത്രമല്ല ദൈവം ഇറങ്ങിയത്. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു തടവിൽ, അവരുടെ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു, അവരുടെ എല്ലാവരുടെയും വാതിലൊക്കെ തുറന്നു. ഞാൻ പറയുന്നത് നമ്മുടെ മനോഭാവം എന്താണ്? ഈ 3 കാരാഗ്രഹങ്ങൾ നമ്മൾ കണ്ടിട്ട് ബാക്കി താഴോട്ട് വായിക്കാൻ മുമ്പ് നമ്മുടെ മനോഭാവം എന്താണ്? നമുക്ക് എന്തായാലും കഷ്ടത വന്ന്, ബുദ്ധിമുട്ട് വന്ന്, പ്രയാസം വന്ന, എന്നാൽ ദൈവം എന്തായാലും വാഗ്ദത്തമൊക്കെ തന്നിട്ടുണ്ട്, എന്തായാലും എവിടെയെങ്കിലും കുത്തിയിരുന്നേക്കെ ഹാലയില് തരാം, ദൈവത്തിന്റെ സമയം എത്തുമ്പോഴത്തേനും എന്ന് വിചാരിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്നവരാണോ? അതോ നമുക്ക് ദൈവം ഹാലയില് കാരാഗ്രഹമൊക്കെ തന്ന് തടവിലൊക്കെ ഇട്ട് പൂട്ടൊക്കെ ഇപ്പം എന്തായാലും അനങ്ങാൻ പറ്റത്തില്ല, പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, ഇറങ്ങാൻ പറ്റത്തില്ല, എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് മറ്റു കുറച്ച് പേരെ കൂടി നമ്മളിൽ കൂട്ടി അല്ല കുറച്ച് പേരും കൂടെ ഈ ചങ്ങലയൊക്കെ അഴിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തെടുക്കുന്നത് ചിന്തിക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ. നമ്മുടെ മനോഭാവം, നമ്മൾ രക്ഷപ്പെടുന്ന, അല്ല നമ്മൾക്ക് വേണ്ടി ദൈവം ഇടപെടുന്ന സമയത്ത് മറ്റുള്ളവരും കൂടെ രക്ഷപ്പെടണം, അല്ലെ മറ്റുള്ളവരും കൂടെ ഇതിൽ നിന്ന് പുറത്തു വേണം. ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്ന അനേകരെ വിടുവിച്ച് ചങ്ങലകളെ പൊട്ടിച്ച് കാരാഗ്രഹത്തിന്റെ വാതിലിൽ തുറന്നു അവരും കൂടെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവരും കൂടെ പുറത്തിറങ്ങണം, അവരെ കൂടെ പുറത്തിറക്കണം എന്ന് ചിന്തിക്കുന്നവരാണോ? ഹല്ലേലൂയ. പൗലോസിന്റെ മനോഭാവമാണോ നമുക്ക്, അതോ പത്രോസിന്റെ മനോഭാവമാണോ നമുക്ക്, അതോ യോഹന്നാന്റെ മനോഭാവമാണോ നമുക്ക്? ഹല്ലേലൂയ. നമ്മളും ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കൾ. യോഹന്നാനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാലും നമ്മൾ പത്രോസിന്റെയും പൗലോസിന്റെയും പോലെ തന്നെ ദൈവം നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളാണ്. അതേസമയം തന്നെ രാജകീയ പുരോഹിത വർഗമായി നമ്മളെയും തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ശുശ്രൂഷകരുമാണ്, ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്. അതിനെക്കാട്ടിയൊക്കെ നല്ല പേട് പറഞ്ഞാൽ ദൈവത്തിന്റെ ശിഷ്യന്മാരാണ് നമ്മൾ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. ആ ശിഷ്യത്വത്തിലായിരിക്കുന്ന നമ്മുടെ മനോഭാവം എന്താണ്? ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിട്ടാണെങ്കിലും ഹല്ലേലൂയ ഒരാളെ കൂടെയെങ്കിലും എനിക്ക് പിടിച്ച് പുറത്തിറക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. അവരുടെ ശരീരത്തിന് നല്ല വേദനയുള്ള സമയം, അവരിയ്ക്കുന്ന ഒട്ടും സുഖകരമല്ലാത്ത അവസ്ഥ, പക്ഷെ എന്നിട്ടും അവര് ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഹല്ലേലൂയ ഞങ്ങൾ അടങ്ങിയിരിക്കത്തില്ല, ഹല്ലേലൂയ എവിടെ കൊണ്ടിട്ടാലും ഏത് കാരാഗ്രഹത്തിന്റെ വാതിലാണ്. ഞാൻ പണ്ട് നേരത്തെ ഒരു പ്രാവശ്യം പിശാചിനോട് ഞാൻ പറഞ്ഞു, പിശാചി നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമ്മുടെ ഗേൾ സിസ്റ്റർ അയ്യോ സിസ്റ്റർ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കയറാൻ തയ്ച്ചത് എനിക്കല്ലെങ്കിൽ സിസ്റ്റർ പരിഹരിക്കും, എന്റെ ജീവിതത്തിൽ ഒത്തിരി എന്താ പറയാ ഹാലലിയ ഒത്തിരി സമാധാനം, അങ്ങനെ എന്തൊരു വാക്ക് പറയുന്നുണ്ട് ഹാലലിയ. കാരണം വെച്ചാൽ പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ
അത് ഗേളി സിസ്റ്റർ ഇപ്പം നമ്മൾ ഇതല്ല, ഗേളി സിസ്റ്റർ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി ഒന്ന് ഒന്ന് എന്താ പറയാ, ഹാലേലിയ, ഒന്ന് പതറിപ്പോകുന്നു തോന്നുന്ന നിമിഷം ദൈവം ആരെങ്കിലുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യും. അത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അത് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഒറ്റയ്ക്ക് നിന്നാൽ നമ്മൾ ഇടറിപ്പോവും, അല്ലെങ്കിൽ നമ്മളൊന്ന് വീണു പോവും, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് തോന്നിയാൽ ദൈവം പെട്ടെന്ന് നമ്മളെ ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്യും. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടേക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്. കാരണം വെച്ചാൽ അത് കണക്ട് ചെയ്യുന്നപ്പോൾ ഞാനായിരിക്കണമെന്നില്ല, ചിലപ്പോൾ മറ്റൊരാളാണെങ്കിലും കണക്ട് ചെയ്യും. അവിടെ നമ്മളെ സ്ട്രോങ് ആക്കി നിർത്തും. കാരണം ദൈവത്തിനറിയാം നമ്മൾ എങ്ങനെയാണെന്നുള്ള കാര്യം. ഹലോ, അത് അപ്പം അതുപോലെ അപ്പം ഞാനൊരു പിശാച് നീയാണ് ഏറ്റവും വലിയ മണ്ടൻ ലോകത്ത്. ഞാൻ പറഞ്ഞു എൻ്റെ ബിസിനസ്സോ എൻ്റെ ജോലിയോ ഒക്കെ നീ അത് തകർത്ത് കളയാതെ എന്നെ അതുപോലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ല ഞാൻ അതിൻ്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തോട് ഉള്ള ബന്ധത്തിലൊക്കെ പോവുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ ഇതുപോലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ തുടങ്ങി ഹാലേലിയ ഇതേപോലെ അനേകർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാനോ, അല്ലെങ്കിൽ ഹാലേലിയ ഇതുപോലെ സമയം സ്പെൻഡ് ചെയ്ത് അതിനു വേണ്ടി ഇരിക്കാനോ ചിലപ്പോൾ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അല്ലേ? കാരണം വെച്ചാൽ നമ്മൾ എല്ലാതും ഒരു ഓഫീസിലെ കാര്യം ഉത്തരവാദിത്തങ്ങളൊക്കെ നേരത്തെ എൻ്റെ ജോലി എന്ന് വെച്ചാൽ ചെറിയ ജോലിയല്ല, ഹാലേലിയ കമ്പനിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഉള്ള സമയത്ത് അത് നമുക്ക് അങ്ങനെ ടൈം ഒന്നുമില്ല. എപ്പോഴും ഹാലേലിയ വീട്ടിലായിരിക്കുമ്പോൾ, രാത്രി ആയിരിക്കുമ്പോൾ ചിലപ്പം ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈ അവിടുത്തെ ക്യാമറ എല്ലാം നമ്മുടെ ഇതിലെ മൊബൈലൊക്കെ ഉണ്ട്. അപ്പം അത് നോക്കാനും അതിൻ്റെ കാര്യങ്ങൾ, അപ്പം ഇതെല്ലാം എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മളെപ്പോഴും അത് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഹാലേലിയ അതല്ല, അപ്പം ചിലപ്പോൾ ഇത്രത്തോളം ഇതിലേക്ക് വരാൻ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലായിരുന്നിരിക്കും. പക്ഷെ ആ വാതിലുകളൊക്കെ അടച്ച് കളഞ്ഞതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്ത് എന്നെ ഇവിടെ വീട്ടിൽ ഇരുത്തേക്കുന്ന സമയം വെറുതെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതിന് മുഖാന്തരം ആരാന്ന് ചോദിച്ചാൽ യഥാർത്ഥമായിട്ട് ഇതിന് മുഖാന്തരം പിശാചാണ്. അല്ലേ? ഹല്ലേലൂയ. നമ്മൾ ഒരു 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 രീതി പറഞ്ഞ ഹല്ലേലൂയ അത്. അപ്പൊ അന്നേരം ഞാനിവിടെ എന്റെ കാര്യം തന്നെ നോക്കി കരഞ്ഞു വിളിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ ഒരിക്കലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാവർക്കും ഒരുമിച്ച് കൂടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഭയങ്കര ആത്മീയവർദ്ധന വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാനും അഭിഷേകം. ഇപ്പം നിങ്ങളൊക്കെ ഒറ്റയ്ക്ക് നിന്നാലും ഒരു പിശാച് നല്ല രീതിയിൽ മുമ്പിലൊന്ന് വെളിപ്പെട്ട് വന്നാലും അവന്റെ തലക്കടിക്കാനുള്ള ആത്മശക്തിയൊക്കെ എല്ലാവരും പ്രാപിച്ചിട്ടുണ്ട്. അല്ലേ? അപ്പൊ ഒരു ആളെ ആരെങ്കിലും ഒരു വീട്ടിൽ പ്രശ്നം വന്നാൽ, വീട്ടിൽ ഞാൻ പറയുന്ന ഒരു പാമ്പ് കയറിയ ഹാലേലൂയ അടുത്തുള്ള ആൾക്കാരെ വിളിക്കണ്ട, തന്നെ അതിനെ പുറത്താക്കാനൊക്കെ നമ്മളെല്ലാം പരിശീലിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇതിന് കാരണം വരച്ചാൽ അതായിരിക്കണം നമ്മുടെ മനോഭാവം. നമ്മളായിരിക്കുന്ന അവസ്ഥയെ കരഞ്ഞും വിളിച്ചും അല്ലെ കിടന്നുറങ്ങിയും നമുക്ക് തീർക്കാൻ സമയത്ത്, പക്ഷേ നമ്മുടെ വേദനകൾ ഇവിടെ പൗലോസിന്റെ മേലുള്ള ശരീരത്തിന്മേൽ വീണ മുറിവുകളെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകം മുറിവുകളുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ 5 വർഷം മുമ്പ്, അഞ്ചല്ല ഏകദേശം 2021 എനിക്ക് തോന്നുന്നു, 2021 തോന്നുന്നു. ദൈവം കാണിച്ച ദർശനം. ഹല്ലേലൂയ. ആ ദർശനം കണ്ടുകഴിഞ്ഞപ്പം ഞാനിങ്ങനെ ആദ്യം വിജയഞ്ചൽ പാസ്റ്ററെ വിളിച്ചിട്ട് പാസ്റ്റർ എങ്ങനെയാണ് ദർശനം കണ്ടു, ഇതിന്റെ മീനിങ്. അപ്പോൾ പാസ്റ്റർ എനിക്ക് കൃത്യമായി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിനകത്ത് ഞാൻ കാണപ്പോൾ എൻ്റെ കാലൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് കീറി. ഞാൻ നടക്കുമ്പോൾ കാല് മുമ്പോട്ട് സ്റ്റെപ്പ്, എന്നിട്ട് അതിങ്ങനെ പഴുത്ത് എനിക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വെക്കാൻ പറ്റില്ല. അതുപോലെ വേദനയാണെന്ന് വെച്ചാൽ രക്തം ഇങ്ങനെ ഒഴുകുക. അപ്പൊ എനിക്ക് അതെന്റെ ശരീരത്തിൽ, ഇപ്പോഴും ഞാൻ പറയുമ്പോൾ എന്റെ ശരീരത്തെ വേദന, എനിക്ക് പെയിൻ അറിയാം. ആ ഒരു ദർശനത്തിൽ ഞാൻ കണ്ട പെയിൻ എന്റെ ശരീരത്താണ്. അപ്പൊ ഞാനിങ്ങനെ ഞാൻ റോഷിനിയോടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. റോഷിനിയുടെ അടുത്ത് പറഞ്ഞ് ചിലപ്പോൾ അത് ശരീരത്തിൽ വരുന്ന മുറിവായിരിക്കും. കാരണം ലാസ്റ്റ് കൊണ്ടിരുത്തുമ്പം യേശുപ്പൻ തന്നെ എൻ്റെ കാലിലും ഒരു കവറൊക്കെ ഇട്ട് കെട്ടി വെച്ചത്, ഈ പഴുത്ത് തൊട്ട് മുമ്പോട്ട് നടക്കാൻ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് കെട്ടിയേക്കുന്ന പോലെ. എന്നിട്ടും എന്നെ അതിലെ തന്നെ നടത്തി കൊണ്ടുവന്നു. ഞാൻ അവസാനം കൊണ്ടുവന്നൊരു പാറമേൽ ഇരുത്തിയിട്ട് എൻ്റെ കാലിൻ്റെ കെട്ടഴിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഇപ്പൊ പഴുത്ത് വ്രണമൊക്കെ ആയിട്ട് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് കാലിരിക്കുന്ന വെച്ചാൽ ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കെട്ടഴിച്ചിട്ട് കണ്ണു തുറക്കുമ്പോൾ അതിനകത്തൊരു പോറൽ പോലും ഇല്ല. അപ്പൊ റോഷി അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ട്, അത് ചിലപ്പോൾ ശരീരത്തിൽ വരുന്ന മുറിവായിരിക്കത്തില്ല, ഹൃദയത്തിൽ വരുന്ന മുറിവായിരിക്കും. അതുകൊണ്ടായിരിക്കും അവിടെ ചെന്ന് ഒരു മുറിവ് പോലും കാണാത്ത, ഒരു പാട് പോലും കാണാത്തതായിട്ട് കണ്ടേന്ന് പറയും. അപ്പൊ എനിക്ക് ശരിയാണ്, നമുക്ക് ഈ അവസ്ഥയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മുറിഞ്ഞ് വേദനപ്പെട്ട് മുറിഞ്ഞ് രക്തം ഒഴുകും നമുക്കറിയാം.
ഹാലേ നമ്മൾ പറയത്തെ രക്തം കിനിയുന്ന രീതിയിൽ അല്ല ആമയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അല്ലെ അത് ആമ പുറത്തു നോക്കിയാൽ മുറിവൊന്നും ഉണ്ടാകത്തില്ല. ഹാലേലിയ ആർക്കും കാണാൻ പറ്റും. പക്ഷേ ഹൃദയം ഹാലെ മുറിഞ്ഞ് അതുപോലെ വേദനിക്കുന്ന ചില നിമിഷങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ അതിലെ രക്തം വാർന്നു വരുന്ന നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടെ പൗലോസിനും ശീലാസിനും ശരീരത്തിലായിരുന്നു മുറിവെങ്കിൽ ഞാൻ എപ്പോഴും പറയും ശരീരത്തിലെ വേദന കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷെ ഹൃദയത്തിൽ നമുക്ക് വരുന്ന അതൊക്കെയെന്ന് വെച്ചാൽ ഒരു വേദനയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുഖത്ത് നോക്കുന്നത് ചിരിക്കാൻ പോലും പറ്റാത്ത. പക്ഷെ ഇപ്പോഴും കൃപയാൽ ഹാലേലിയ ദൈവം ഇന്നൊരു പ്രഭാതത്തിൽ പോലും എന്റെ അവസ്ഥയ്ക്കൊന്നും മാറ്റം വന്നില്ലെങ്കിൽ ഹാലേലിയ ഇപ്പോഴും ദൈവത്തിന്റെ വചനം സംസാരിക്കാനും മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഹാലേലിയ നമ്മളെ പൊക്കി പറയുന്നവരെ ഞാൻ പറയും പൗലോസിനെ ശീലാസിനെ നമ്മളിവിടെ കാണുന്നതാണ്. അത് പുതിയ വിശ്വാസി എങ്ങനെയായിരിക്കണം എന്ന് യോഹന്നാനെ പോലെ ആകരുത്, പത്രോസിനെ പോലെ ആകരുത്. ഹാലേലിയ പൗലോസിനെ ശീലാസിനെയും പോലെ അവരുടെ ശരീരത്തിലേറ്റ മുറിവുകൾ നോക്കാതെ അവരുടെ അവർക്ക് വന്നിരിക്കുന്ന ആ സാഹചര്യങ്ങളൊന്നും നോക്കാതെ അവിടെ ഇരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാരാഗ്രഹത്തിൽ ചങ്ങലയ്ക്കുള്ളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അനേകർ എന്റെ ചുറ്റുപാടും നിൽക്കുന്നെങ്കിൽ അവരുടെ ഒരുത്തന്റെ എങ്കിലും ചങ്ങലയും കൂടെ അഴിച്ചിട്ട് ഞാനിവിടെ ഇറങ്ങത്തുള്ളൂ. ഹാലേലിയ ആ മനോഭാവത്തിൽ തന്നെയാണ് അവർ പാടിയ സ്തുതിക്കുക. അപ്പൊ അവിടെ ആ കാരാഗ്രഹത്തിന്റെ വാതിലെല്ലാം തുറന്ന് ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. അതിനെക്കാട്ടിയൊക്കെ കാരാഗ്രഹ പ്രമാണിയാണ് നമ്മൾക്ക് അവരും എന്നിട്ട് ഇവർ ഈ കാരാഗ്രഹത്തിന്റെ വാതിലെല്ലാം തുറന്ന് ചങ്ങലെല്ലാം ഇട്ട് അവരാരും ഓടിപ്പോയില്ല. ഹല്ലേലൂയ അവിടെ നിന്ന് ഒരാൾ പോലും പുറത്തു പോയില്ല. കാരണം ആ തഴിഞ്ഞു വീണ നമ്മുടെ ദൈവത്തെ സാക്ഷീകരിക്കാൻ നമുക്ക് കിട്ടുന്ന നിമിഷങ്ങൾ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോലും അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം അവർക്ക് രക്ഷപ്പെടുക എന്നുള്ളതിനെക്കാട്ടി ഒരാളിനെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ പറഞ്ഞ ഇവിടെ കാരാഗ്രഹ പ്രമാണി വന്നിട്ട് ഇവരെല്ലാം പൊയ്ക്കാണെന്ന് വെച്ചാൽ പുള്ളി തന്നെത്താൻ കൊല്ലാൻ ശ്രമിക്കുക. അപ്പോഴത്തെ പൗലോസ് പറയും ഞങ്ങൾ ആരും പോയിട്ടില്ല, നീ നിന്നെ ഒന്നും ചെയ്ത്. പുള്ളി ചാടി അകത്തേക്ക് വീഴുന്ന അവിടെ അകത്ത് വീഴുമ്പോൾ എനിക്ക് പൗലോസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തരുമ്പോൾ അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ച് അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിനെ ശീലാസിന് മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനനെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന തടവിലാക്കപ്പെട്ട പുള്ളിയോട് കാരാഗ്രഹം കാത്തു സൂക്ഷിക്കാനുള്ള കാരാഗ്രഹ പ്രമാണി അങ്ങോട്ട് ചോദിക്കുക, യജമാനെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ അവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അവൻ പറഞ്ഞു. ഇവര് കാരാഗ്രഹത്തിന് വാതിലകത്ത് ചങ്ങലയൊക്കെ ഓടിപ്പോയെങ്കിൽ അന്നേരം തന്നെ അവിടെ രക്ഷപ്പെട്ടു പോയെങ്കിൽ ഈ കാരാഗ്രഹ പ്രമാണി യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുമോ? പറ്റുമോ സാറാ മാസ്റ്ററെ? ഇല്ല. നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് യേശുവിനെ കുറിച്ച് പറയാൻ കഴിയും. എപ്പോഴും നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ കിട്ടുന്ന അവസരമൊന്നും നമ്മൾ പാഴാക്കരുത്. നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരോട് പറയണം. നമ്മുടെ അവസ്ഥകൾ നിന്നുകൊണ്ട് എന്നെ ഈ സമയത്തും എന്റെ അവസ്ഥയിൽ എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പറയും. എന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും ഓർത്ത് വെച്ച് എന്നെ ഇപ്പോഴും ഈ അവസ്ഥ കൊടുങ്കാറ്റിലൊക്കെയാണ് ഞാൻ തിരമാലയൊക്കെ പെട്ട് ആടി ഉലിയ പടക് പക്ഷേങ്കിൽ എന്റെ പടകിനെ തകർത്ത് കളയാൻ പറ്റത്തില്ല. ഇന്നലെ ദേവദാസൻ പ്രസംഗിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു ആമേൻ 3 യാമത്തിൽ ദൈവത്തിന്റെ എന്താ പറയാ യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കലേക്കൊന്നും വന്നില്ല. യേശു കർത്താവ് പറഞ്ഞിട്ട് നിങ്ങൾ അക്കരെ പൊയ്ക്കോന്ന് പറഞ്ഞു വിട്ടതാണ്. പക്ഷേങ്കില് പടക് തിരയിൽപ്പെട്ട് കാറ്റടിച്ച് അവർ വല്ലാതെ വലഞ്ഞ് ഈ 3 യാമത്തിൽ യേശു കർത്താവ് അവരുടെ അടുക്കലേക്ക് വന്നില്ല. പക്ഷെ ഈ 3 യാമത്തിലും പിശാചിന് ആ പടകിനെ മുക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് അവിടെ നമ്മൾ കാണേണ്ടുന്നത്. കർത്താവ് നമ്മുടെ അടുക്ക് വന്നിട്ടുണ്ടാവില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ അവസ്ഥകൾക്കൊന്നും മാറ്റം ഉണ്ടായി കാണത്തില്ല. നമ്മളിപ്പോഴും ആ അവസ്ഥയിൽ തന്നെ കൊടുങ്കാറ്റിലും പേമാരിലും ഒക്കെ പെട്ട് അല്ലെങ്കിൽ കടലിലൊക്കെ ആടി ഉലഞ്ഞിങ്ങനെ നിൽക്കുമായിരിക്കും. പക്ഷേങ്കിൽ ഈ പടകിനെ മുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നോട്ട് കൂടെയുണ്ട്. തിരയൊക്കെ അടുപ്പിക്കാം, കാറ്റൊക്കെ അടുപ്പിക്കാം, പക്ഷേ മുക്കണമെങ്കിൽ അവിടെ നിന്ന് പെർമിഷൻ വേണം, അല്ലാതെ മുക്കാം. അതുകൊണ്ട് നമ്മളൊക്കെ ഏത് അവസ്ഥയൊക്കെ പോലും ഒരു കാര്യം നമ്മൾ വിചാരിക്കും ദൈവമേ നാളത്തെ കാര്യം എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചിരിക്കും. പക്ഷെ ഞാൻ പറയും നാളത്തെ കാര്യം ദൈവം നമ്മളെ നാളെ കുറിച്ച് വിചാരപ്പെടേണ്ട, അതിന് ദൈവം തക്ക സമയത്ത് ഒരുക്കും. ഹല്ലേലൂയ. ആ ദൈവത്തിനെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ ഹൈമോളോട് പറഞ്ഞ് ഇത് റെക്കോർഡിംഗ് ആയിട്ട് എനിക്ക് പറയാൻ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. അന്നേരം ഇതുപോലെ ഞാൻ പറയാം ഞാൻ പറഞ്ഞ കയ്യിൽ പൈസ ഒന്നും. അപ്പൊ ഞാൻ പറഞ്ഞു ഞായറാഴ്ച ചർച്ചിൽ പോകണമെങ്കിൽ സ്തോത്രക്കാഴ്ച ഇടാൻ പൈസ ഇല്ല, അതുകൊണ്ട് സ്തോത്രക്കാഴ്ച കാശില്ല, ഞാൻ ചർച്ചിൽ പോകുന്നില്ല.
അപ്പൊ അവളിന്ന് യഹോവ ഈരേന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം തരും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാം, എനിക്ക് ഭയങ്കര മടിയാ. കയ്യിൽ സ്തോത്രക്കാഴ്ച ഇടാൻ പൈസ ഇല്ല, ചർച്ചിൽ പോകുന്ന ഹല്ലേ, അത് എന്തോ ഒരു വിഷമമാണ് ഹല്ലേ. അപ്പൊ ഇരിക്കുമ്പോ എനിക്ക് ഹല്ലേ, അപ്പം ശനിയാഴ്ച വൈകുന്നേരം പുള്ളി ചോദിച്ചു, അമ്മ പിന്നെ സ്തോത്രക്കാഴ്ചന് കാശുണ്ടോ കയ്യില്, നാളെ ചർച്ചിൽ പോകാനായിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കാശ് വരും എന്ന് പറഞ്ഞു ഹല്ലേ. ഞാൻ പറയാ ഞാൻ സാലമസ്റ്റർ പറയാം, എനിക്ക് വൈകിട്ടൊന്ന് പുറത്തു പോകണം, എന്നിട്ട് വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല എനിക്കെൻ്റെ ഒരാള് ഹലെ പെട്ടെന്ന് 1000 ദിറംസ് ഹലെ അല്ലൻസരി എക്സ്ചേഞ്ചിലേക്ക് അയച്ചിട്ട്, ചോദിച്ചിട്ടല്ല കേട്ടോ ഹലയില്ല, നമ്മൾ പറഞ്ഞിട്ടും അല്ല കേട്ടോ. അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പുള്ളി വിളിച്ചിട്ട് പെട്ടെന്ന് ചോദിച്ചിട്ട് എന്തിനാ ഈ പൈസ അയച്ചേ? അപ്പം ദിസ് ഇസ് ഫോർ യു വുമൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കേട്ടോ, എനിക്ക് നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് അയച്ചു തന്നത് അങ്ങനെ ഹലയില്ലേ. അപ്പം ഞാൻ പോയി പൈസ എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ശനിയാഴ്ച രാത്രി നമ്മൾ എന്നോട് പ്രാർത്ഥിക്കുക, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച. അപ്പം സ്തോത്ര കാഴ്ച ഇടാനായിട്ട് പൈസ ഇല്ല, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞപ്പം, സാധാരണ വേണമെങ്കിൽ ദൈവത്തിന് എന്നാ നീ പോവാതിരിക്കാന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ തരാതിരിക്കാല്ലേ. പക്ഷെ ദൈവത്തിന് നമ്മൾ എന്ത് മനോഭാവത്തോടെ അത് പറഞ്ഞെന്നറിയാം. എനിക്ക് ഞായറാഴ്ച രാവിലെ പോകാനായിട്ടുള്ളത് ശനിയാഴ്ച രാത്രിക്ക് മുമ്പ് എനിക്ക് പൈസ കയ്യിൽ തന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്റെ ദൈവത്തിന് അറിയാം. ദൈവം കേൾക്കുന്നുണ്ട്. ദൈവം അറിയുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ ആരോടും ചോദിക്കത്തില്ല. ഞാൻ ഇവിടുന്ന് ഒരാളെ ഫോൺ ചെയ്യത്തില്ല. ആരോടും റിക്വസ്റ്റ് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ ചിലപ്പോഴൊക്കെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ മേശപ്പുറത്തോട്ട് ഇങ്ങനെ ഇവിടെ പേപ്പർ നമ്മുടെ സൈഡിൽ ഈ നോട്ട്സ് ഒക്കെ പേപ്പറിൽ ബുക്കൊക്കെ കാണും. ഞാൻ ഈ മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോൾ എഴുതാൻ നമുക്ക് അതിനകത്തേക്ക് എഴുതി വെക്കും. ഇന്ന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവിടെ എഴുതി അവിടെ വെച്ചിട്ട് പോകും. ഹല്ലേലൂയ. അന്ന് വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് കാര്യങ്ങളെല്ലാം ദൈവം എനിക്ക് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. കാരണം ആമേൻ. എന്നാൽ വലിയ വലിയ കാര്യങ്ങൾ അവിടെ നിൽപ്പുണ്ട്, അതെനിക്കറിയാം. ദൈവത്തിന്റെ കൺട്രോളിലായതുകൊണ്ട് ആ ദൈവം അത് സാധിക്കും. അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഏത് അവസ്ഥയിൽ കൂടെ പോയാലും ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടിയിട്ട് സദാസമയം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഇവിടെ പൗലോസ് അവിടെ ആ കാരാഗ്രഹം അകത്തേക്ക് കയറി രക്ഷപ്രായപ്പോ എന്ത് ചെയ്യണം ഇപ്പൊ പറയുന്നത്, നീയും കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുന്ന അവൻ പറയും. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലെ എല്ലാവരോടും പ്രസംഗിച്ചു. എവിടെയാ? കാരാഗ്രഹത്തില് അടിയും കൊണ്ട് ശരീരം മുഴുവൻ മുറിവേറ്റ്, ശരീരത്തിൽ മുഴുവൻ മണ്ണും പൊടിയൊക്കെ, മുറിവിലെല്ലാം മണ്ണും പൊടിയൊക്കെ പിടിച്ച് അവിടെ കിടക്കുന്ന ആൾക്കാരാണ്. കാരാഗ്രഹം ചോദിച്ച സമയത്ത് എന്നാ ആദ്യം പോയി ഞങ്ങൾ തേച്ച് കഴുകി കുളിച്ച് പോലെ ഭക്ഷണമൊക്കെ കഴിക്കാന്നല്ല വിചാരിച്ചത്. പൗലോസിന്റെ പൗലോസിന് എപ്പോഴും തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം, പൗലോസിന്റെ ശരീരത്തെ, പൗലോസിന്റെ വിശപ്പിനെ, പൗലോസിന്റെ ദാഹത്തെ ഒന്നും പൗലോസ് മുൻതൂക്കം കൊടുത്തില്ല. പൗലോസിന് ആത്മാവിനെ നേടുക എന്നുള്ള ദാഹമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഒരാളെയെങ്കിലും വിടുവിച്ചെടുക്കുക ആ ദാഹം എരിവ് ഹൃദയത്തിൽ ശരിക്കും എരിഞ്ഞൊരു മനുഷ്യനായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും ചെന്നാല് നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വലിയ ചിന്തയാണ്. നമ്മളെവിടെയെങ്കിലും ചെന്നാൽ ചെല്ലമ്മ എന്തൊക്കെയുണ്ട് അമ്മാമ്മ വിശേഷങ്ങൾ, സുഖമായിരിക്കുന്നു, മക്കളൊക്കെ സുഖമായിരിക്കും, ഇതൊക്കെ എവിടുന്നാണ് എന്നൊക്കെ ചോദിച്ച് നമ്മളവിടെ ബാക്കിയുള്ള ലോക കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയത്തിന്റെ 95% കളഞ്ഞിട്ട് ഒരു 5% സമയത്ത് യേശുവിനെ കുറിച്ച് പറയുമായിരിക്കും. പക്ഷേ പൗലോസ് നേരെ തിരിച്ച 99% സമയം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് 1% സമയമായിരിക്കും പൗലോസിനെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ മനോഭാവം ഒന്ന് മാറണം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ആ എരിവൊന്നും ഉള്ളിൽ വേണം. ഒരാളെ കാണുമ്പോൾ അയാളോട് എനിക്ക് ദൈവമേ എനിക്ക് യേശുവിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? ഒന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെ ചെയ്യുന്നു എന്നെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകുന്നു പറയുകയാണെങ്കിൽ ഹല്ലേലൂയ, അവിടെയൊക്കെ ആ കർത്താവിനെ കുറിച്ച് പറയാൻ കിട്ടും. കർത്താവിന്റെ നാമത്തെ മഹിമപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരം നമ്മൾ പാഴാക്കി കളയരുത്. ചിലപ്പോൾ നമ്മുടെ ഒരു സാക്ഷ്യമായിരിക്കും മറ്റൊരാൾ. ഞാൻ പറയാം, എനിക്കിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും അത്ഭുതകരമായ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹല്ലേലൂയ, നമ്മുടെ PG അങ്കിളിന് ഒരു ബട്ടൺസ് കൊടുത്ത ദൈവത്തെ എനിക്കിഷ്ടം. ഷർട്ടിൽ നിന്ന് പൊട്ടിപ്പോയൊരു ബട്ടൺസ് കർത്താവ് അന്നത്തെ കാലത്ത് വേറൊരു ഷർട്ട് മാറിയിടാനില്ല. അപ്പോൾ ആ ഒരു ഷർട്ട് കഴുകിയിട്ട് പോയിട്ട് ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അപ്പോഴും ആ ദേവദാസന്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടത്. ആ ബട്ടൺസ് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നപ്പോൾ ആ ബട്ടൺസ് പൊട്ടി വയറൊക്കെ കർത്താവെ എനിക്ക് ഒന്നുമില്ലേ ഒരു ബട്ടൺസ്, അതേ ബട്ടൺസ്, ആ ഒരു നീല കളർ ബട്ടൺസ് കണ്ട പറഞ്ഞ വെള്ള ഷർട്ട് മാത്രം അതേ കളർ എനിക്കൊരു ബട്ടൺസ് തന്നെ ഇല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ, എനിക്ക് ഈ 5-6 ബട്ടൺസ് വാങ്ങാനുള്ള കാശ് ഇത് മൊത്തത്തിൽ ഊരിയിട്ട് പുതിയ ബട്ടൺസ് വെക്കാൻ വേണ്ടി. പല ബട്ടൺസ് ഒരു വെള്ള ഷർട്ട് ഇരുന്ന് അത് ഭയങ്കര എടുത്ത് കാണിക്കും.
അത് പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അതേ മുമ്പിലോട്ട് നടക്കുമ്പോൾ ഒരു ചെമ്മൺ പാതയിൽ കൂടെ നടക്കുന്നത് പെട്ടെന്ന് കാലിങ്ങനെ എന്തിലോ ഒന്ന് തട്ടിയ പോലെ കുനിഞ്ഞ് നോക്കിയപ്പം ആ ഷർട്ടിലുണ്ടായിരുന്ന ബസ്സിൽ വെച്ച് എവിടെയോ വെച്ച് പൊട്ടിപ്പോയ ബട്ടൺസ്, ആ ഒരു ബട്ടൺസ് താഴെ കിടക്കുന്നു, അതേ കളർ അതേ വലിപ്പത്തിൽ അതേപോലെ ഒരു ബട്ടൺസ് അതെടുത്തു കൊണ്ടുപോയി ഷർട്ടുമേ തുന്നി പിടിപ്പിച്ചെന്ന് അദ്ദേഹം പറയാം. എനിക്ക് ഏറ്റവും പറയാം, എൻ്റെ ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി, ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സാക്ഷ്യം അത്. കാരണം ഭക്തന്റെ ചിലപ്പോൾ ഒരു പൈസ വിലയില്ലാത്ത ഒരു ബഡൻസിനെ ചോദിച്ചപ്പോൾ അതിനെ കേട്ട് നൽകിയ ദൈവം, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ്, സകലത്തിന്റെ ഉടയവൻ, ഒരു വാക്കിനാലി കാണുന്ന എല്ലാത്തിനും ഉളവാക്കിയ ദൈവം നിസ്സാരം ഒരു ബഡൻസിന്റെ കാര്യം പറയുമ്പോൾ അത് കേട്ട് ചെയ്തു കൊടുത്ത ദൈവം, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയ സാക്ഷ്യം. നിങ്ങൾക്ക് കാറ് കിട്ടുന്ന, വീട് കിട്ടിയെന്ന്, നിങ്ങളുടെ മറ്റെന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നടന്നു എന്ന് പറയുന്നേക്കാട്ടി, മരിച്ചവർ എഴുന്നേറ്റെന്ന് പറയുന്നേക്കാട്ടിയും വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾ സൂപ്പർ നാച്ചുറൽ മിറക്കിളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന കാര്യം ആ ബട്ടൻസിന്റെ അത്ഭുതമാണ്. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ കേട്ട കൂട്ടത്തിൽ ഏറ്റവും സൂപ്പർ നാച്ചുറൽ അതാണെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ നമ്മുടെ വലിപ്പം അനുസരിച്ചാണ്. ഞാൻ പറയും, ഇപ്പൊ ഞാനിപ്പോഴും പറയുന്ന നിനക്ക് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാമ്മ സിസ്റ്റർക്ക് ഒരു എന്താ പറയാ ഒരു പെൻസിൽ കൊടുത്തു വിട്ടു എന്ന് പറയുന്നത്, ഹലേന്ന് ആലോചിച്ച് നോക്കിയ. സാറാമ്മ സിസ്റ്റർ ഒരു പെൻസിൽ വേണമെന്ന് ആഗ്രഹം, അല്ലെങ്കിൽ ഇന്ന ഒരു പെൻസിൽ വേണമെന്ന് ആഗ്രഹിച്ച് ആ പെൻസിൽ വീട്ടിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടെന്ന് പറയുന്നത്, ആ പുള്ളി ഒരു വലിയൊരു കാര്യം ചെയ്തത് ഇല്ല. ഏതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്ക് ഒരു അത്ഭുതമായി തോന്നിയതാ? ആ പെൻസിൽ കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞ ആ പെൻസിൽ, കാരണം ഒരു വലിയൊരു ആള് ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ആ കുഞ്ഞു കാര്യത്തിന് വേണ്ടി പുള്ളി അവിടം വരെ സഞ്ചരിച്ച് വന്ന് കരുനാഗപ്പള്ളി വരെ വന്ന് സാറാ പുസ്തകം ഒരു പെൻസിൽ കൊണ്ടു തന്നു. വലിയ അത്ഭുതമല്ലേ? അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഇത്രയും ബിസി ആയിട്ട്, ഇത്രയും തിരക്കുള്ള, അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് ഒരു ഇന്ത്യയുടെ ഹാലയിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഒരാൾ അവിടെ നിന്ന് അവിടെ വരെ ഡൽഹിയിൽ നിന്ന് സഞ്ചരിച്ച് കരുനാഗപ്പള്ളി ഒരു പെൻസിൽ കൊണ്ടുവരാൻ വന്നപ്പോൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രയായിരിക്കും എന്നുള്ളത്. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ ആ ഭക്തന് കൊടുത്ത പ്രാധാന്യം എത്രയാന്നുള്ള. മീൻ കൊടുക്കുന്ന മറ്റും പലതും കൊടുക്കും, പക്ഷെ എനിക്ക് അതേക്കാട്ടിയൊക്കെ ഞാൻ പറയാം ഹല്ലേലൂയ എന്നെ അത്ഭുതപ്പെടുത്തിയ സാക്ഷ്യം അത് തന്നെയാണ്. അതുപോലെ ഇവിടെ പൗലോസ് നമ്മൾ അതുപോലെ തന്നെ ദൈവത്തിനെ കുറിച്ച് പറയാൻ കിട്ടുന്ന അവസരം ഒന്ന് ചിലപ്പോൾ നാളെ ഞാൻ പറയാം, എനിക്ക് ചിലപ്പോൾ ഒരു കോടി അല്ലെങ്കിൽ ഒരു മില്യൺസ് ഒക്കെ തന്ന് ഞാൻ ചിലപ്പോൾ പറഞ്ഞില്ലെന്നിരിക്കും. പക്ഷേ എൻ്റെ അവസ്ഥയിൽ എനിക്ക് സ്തോത്രം കാഴ്ചണം പൈസ ഇല്ലെങ്കിൽ അത് തന്ന ദൈവത്തെ കുറിച്ച് ഞാൻ പറയും ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയിലായിരിക്കും, അത് നൽകി തന്ന ദൈവത്തെ കുറിച്ച് ഞാൻ പറയും ഹാലേ. ചിലപ്പം വലിയ വലിയ അനുഗ്രഹങ്ങളൊന്നും ചിലപ്പോൾ പറഞ്ഞില്ലെന്ന്, കാരണം അതൊക്കെ നാച്ചുറലാന്നേ. ഞാൻ പറയുന്നതൊക്കെ നാളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ മുമ്പിൽ മരിച്ചവരെഴുന്നേക്കുന്നതൊക്കെ കണ്ട് നിങ്ങൾ സൂപ്പർ നാച്ചുറലാന്ന് പറയില്ല. അതൊക്കെ ദൈവത്തെ കുറിച്ച് തന്നെ, അതൊക്കെ ഒരു സ്വാഭാവികമാണ്. രോഗികൾ സൗഖ്യമാണ്, അതൊക്കെ നാച്ചുറലാന്ന്. ഹല്ലേലൂയ. ഇതൊക്കെയാണ്. അപ്പൊ സൂപ്പർ നാച്ചുറൽ എന്താന്ന് ചോദിച്ചാൽ, കേളി സിസ്റ്റർ എന്നുണ്ട്, ദൈവമേ എനിക്കിന്ന് മീൻ മേടിക്കാൻ കാശില്ലല്ലോ കർത്താവേ, നമ്മിച്ചിരുമ്പോൾ ഒരു കാക്കരി മീൻ അല്ലെ ഒരാളെ കൊണ്ട് കുറച്ച് മീൻ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് പറഞ്ഞു കോവിഡിന്റെ സമയത്ത് ഹല്ലേലൂയ എൻ്റെ മോള് പറഞ്ഞു ഇവിടെ എല്ലാം അടച്ചിട്ടേക്ക്, ഫിഷ് മാർക്കറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് മീൻ ചോദിച്ചു പറഞ്ഞു 10 ദിവസം മീനുമായിട്ട് വരുമെന്ന്. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഹല്ലേലൂയ എൻ്റെ വീടിന്റെ വാതക്കൽ ഹല്ലേലൂയ വലിയൊരു മീനും പൊക്കി പിടിച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു ഹല്ലേലൂയ. കാരണം ഞാനപ്പോൾ ചോദിച്ചത് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉമ്മൽക്കോലി ബംഗാളികൾ ഫൈബർ ബോട്ട് എടുത്ത് പാസ് അവിടെ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞു. വലിയൊരു മീൻ, വലിയൊരു മീൻ എന്ന് വെച്ചാൽ 8-10 കിലോ വെയിറ്റുള്ളൊരു മീനും കൊണ്ടുവിടുന്നു. അപ്പോൾ എൻ്റെ മോളെഴുതൊരു അമ്മ എവിടെ നിന്നാണ്? ഞാൻ പറയും ഇന്നലെ രാത്രി ഞാൻ പീറ്റർ മീനും കൊണ്ടുവരുന്നത്, പീറ്റർ കൊണ്ട് തന്നെയാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ കൊടുത്തു വിടുന്ന ദൈവമാണ് ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അതുപോലെ സാധിപ്പിച്ച ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ കണ്ടത്. ആമേൻ. സ്തോത്രം. താഴേക്ക് വരാം. അവിടെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാം. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലെ എല്ലാവരോടും പ്രസംഗിച്ചു. അവർ ആ രാത്രിയിൽ ആ നാഴികയെ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാം താമസിച്ച സ്ഥലം. ആ വചനം പറഞ്ഞ് യേശുക്രിസ്തു നീ നിന്റെ കുടുംബവും യേശുവിൽ വിശ്വസിച്ച് രക്ഷപ്പെടും. അവരെ കണ്ടപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം സുവിശേഷം അവരോട് പറഞ്ഞു. അതിനുശേഷമാണ് ഹല്ലേലൂയ അവരെ കൂട്ടി അവരെ മുറിവ് പോലും കഴുകിയത്. ഹല്ലേലൂയ. അത്രയാ മുറിവ് മുറിഞ്ഞ് മണ്ണും പൊടിയും ചെളിയും എല്ലാം പിടിച്ചിരുന്ന ആ മുറിവുകളെ കഴുകി. എന്നിട്ട് എന്താ ആ രാത്രി തന്നെ അവനും ഒരു കുടുംബം സ്നാനമേറ്റുമല്ല. എന്നിട്ട് ഈ മുറിവ് കഴിയപ്പോഴും ഭക്ഷണം കഴിക്കാനല്ല പോയി, അവരെ സ്നാനപ്പെടുത്തിയതിനു ശേഷമാണ് പറയുന്ന താനും തനിക്കുള്ളവരെല്ലാം സ്നാനം. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ആ ദൈവത്തിൽ വിശ്വസിച്ച് വീടടക്കം ആനന്ദിച്ചു. അതിനുശേഷമാണ് പോലും ഭക്ഷണം പോലും. അപ്പൊ ശരീരത്തിന്റെ കാര്യങ്ങൾ ഹല്ലേലൂയ പിന്നീടാണ്. ആത്മാവിന്റെ കാര്യം ആദ്യം അവന്റെ രാജ്യം നീതി അന്വേഷിക്കുന്നത്, അത് തന്നെയാണ് പൗലോസ് എപ്പോഴും ചെയ്തത്. ഹല്ലേലൂയ. ഇവിടെ 3 തടവറകളെ കുറിച്ച് നമ്മൾ ഇന്ന് കണ്ടു. 3 തടവറയിൽ ഉണ്ടായിരുന്ന ഒരു മനോഭാവങ്ങൾ നമ്മൾ കണ്ടു. ഇതിൽ ഏത് മനോഭാവത്തിൽ പോരാ നമുക്കിഷ്ടം? യോഹന്നാനാകണോ,
പത്രോസ് ആകണോ പൗലോസ് ആണ്? ഇനി വേണ്ട, യോഹന്നാനെ അങ്ങോട്ട് മാറ്റരുത്. നമുക്ക് പത്രോസ് ആകണോ പൗലോസ് ആകണം? ആരാകാനായിരിക്കും നമ്മുടെയൊക്കെ മനോഭാവം? ആരെ പോലെ ആകണം? എന്താ നമ്മളൊരു അവസ്ഥ സുഖം, കുഴപ്പമില്ല, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കാം, ഞാനും എൻ്റെ കുടുംബവും, ബാക്കിയുള്ളവരൊക്കെ ആമീൻ രണ്ടാമത് മാറിയിരിക്കട്ടെ. ഹല്ലേലൂയ. അതാണോ നമ്മുടെ മനോഭാവം? അതോ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവം നമുക്ക് തന്ന ഈ അവസരത്തെ മാക്സിമം ഞാൻ പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ. അനേകരെ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ രക്ഷിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ, അല്ല അവരുടെ കൂടെ ഇപ്പൊ ഞാൻ പറയാം, സമ്പത്ത് കൊടുത്ത് സഹായിക്കുന്ന ഒന്നും നിങ്ങൾക്ക് മുഖവിലേക്ക് എടുക്കേണ്ട. അത് നിങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതൊക്കെയാണ് മാറ്റി വെച്ചാൽ നമ്മളെ കൊണ്ട് എന്ത് കഴിയും എന്നുള്ളത്, ഹാലില എന്തൊക്കെ നമുക്ക് അവിടെ എന്തൊക്കെ നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ ഹാലില നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ ഹാലയില് ആലോചിക്കണം ഓരോ നിമിഷവും. അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതായിരിക്കണം നമ്മുടെ മനോഭാവം. നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ കടന്നുറങ്ങത്തില്ല. ഹല്ലേലൂയ ആമേൻ. ഞാൻ എഴുന്നേറ്റാൽ എൻ്റെ കൂടെ 10 പേരെ കൂടെ എന്നെ എഴുന്നേൽപ്പിക്കും. എന്നെ ഇരിക്കുന്നൊരു ദൈവം എഴുന്നേൽപ്പിക്കും. നമ്മൾ കാണുന്നത് ദാവീദിന്റെ കൂടെ കൂടി വന്നവരൊക്കെ കടഭാരമുള്ളവർ, മുടന്തുള്ളവർ, പ്രയാസമുള്ളവർ, അങ്ങനെ പ്രശ്നത്തിൽപ്പെട്ട് ഇതൊക്കെയാണ് ദാവീദിന് ചുറ്റുപാട്. ദാവീദാണെങ്കിൽ പ്രശ്നമുള്ള മനുഷ്യൻ. കൂട്ടത്തിലുള്ളതൊക്കെ അതിനെക്കാട്ടി പ്രശ്നക്കാർ, ഇതെല്ലാം കൂടെ കൂടി. പക്ഷെ ദാവീദിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നപ്പോൾ ഇവരുടെ എല്ലാവരുടെയും അവസ്ഥയ്ക്ക് മാറ്റം വന്ന് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ആയിരിക്കണം നമ്മുടെ മനോഭാവം. നമ്മൾ ഇരിക്കുന്ന ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, ഇതൊക്കെയാണ് കടഭാരത്തിലായിരിക്കും. ഹല്ലേലൂയ ആമേൻ. നാളെ എങ്ങനെയെന്ന് അറിയാത്ത, പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയായിരിക്കണം, ഹല്ലേലൂയ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൂടെ ഇതുപോലെ ഇരിക്കുന്ന ഈ അവസ്ഥയിലായിരിക്കുന്ന സെയിം ഇവരെല്ലാം കാരാഗ്രഹത്തിന്റെ പൗലോസിനെ കാട്ടി അവൻ കുറച്ചും കൂടെ ഗ്രേഡ് കുറവാന്ന് വേണേൽ പറയാം. പൗലോസിന്റെ കാല ആമത്തിലിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ശരീരമെല്ലാം മുറിവുണ്ടായിരുന്നു. അവരെ സ്പെഷ്യലായിട്ട് വീണ്ടും കൂടുതൽ പ്രൊട്ടക്ഷൻ ഇട്ടേക്കുന്ന കാവൽ. അത് മറ്റവരൊക്കെ സാധാരണ ചിലപ്പോൾ തടവറയ്ക്കുള്ളിൽ ചങ്ങളെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പൗലോസാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ കിടക്കുന്നത് നമുക്കറിയാം. പക്ഷെ മറ്റുള്ള അത്രയും അപ്പൊ നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ കിടക്കുന്നത്. നമ്മൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ളു. ഒന്ന് നിവർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി വെച്ചാൽ ഞാൻ ഇറങ്ങുന്നെങ്കിൽ ഇതുപോലെ കിടക്കുന്നവരെ കൂടെ പിടിച്ചോണ്ട് ഞാൻ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ മനോഭാവത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും. കാരണം നമ്മൾ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മൾ അനേകരുടെ മുമ്പിൽ ഫലം കായ്ക്കാൻ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനും ആ നാമം മഹത്വമെടുക്കാനും വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു മനോഭാവത്തോടു കൂടെ തന്നെ മുൻപോട്ട് നമ്മുടെയൊക്കെ തടവറകൾ നമുക്ക് ദൈവം തക്ക സമയത്ത് കർത്താവ് തന്നെ ഇറങ്ങി തുറന്നു തരും. ചങ്ങലകളൊക്കെ തന്നെ അഴിഞ്ഞു വീഴും. അതിനൊന്നും നമ്മൾ അഴിക്കാൻ വേണ്ടി നിൽക്കേണ്ട. അതിനെ ഓർത്ത് ചങ്ങല നീ എപ്പോൾ ഇറങ്ങും നോക്കിക്കൊണ്ടിരിക്കൊന്നും വേണ്ട. നമ്മൾ കാണുന്ന കാരാഗ്രഹത്തിൽ കിടന്ന് യോസഫിന്റെ ചങ്ങലയെ അഴിച്ചു മാറ്റാനായിട്ട് ആരോടും യോസഫ് പറഞ്ഞില്ല. പക്ഷേ തക്ക സമയത്ത് ദൈവം ഇടപെട്ട സമയത്ത് ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ അത് ഇട്ടവർ തന്നെ അഴിച്ചു മാറ്റി ഉളുപ്പിച്ച് വസ്ത്രം മാറ്റി കൊണ്ടുപോകുകയാണ്. അതുപോലെ നമ്മളെയൊക്കെ ഒരു ദിവസം ആകുമ്പോൾ അതൊക്കെ അഴിച്ച് ദൈവത്തിന്റെ മഹത്വത്തോടു കൂടി തന്നെ നമ്മൾ പുറത്തിറക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടിരിക്കാനുള്ളവരല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കുമായിട്ട്. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.